നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഈ ചാനലിനെ ഗ്രോ ചെയ്യിപ്പിക്കും, എങ്ങനെ ചാനൽ സക്സസ് ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബിൽ തന്നെ പോയിട്ട് യൂട്യൂബ് ടിപ്സുകൾ ഒരുപാട് തപ്പി നോക്കും. അപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബ് ടിപ്സ് വീഡിയോസ് യൂട്യൂബിൽ ഓൾറെഡി അവൈലബിളുമാണ്. അപ്പം ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് മുമ്പോട്ട് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സുകളൊന്നും തന്നെ 2026 വർക്ക് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ യൂട്യൂബിൽ മുമ്പ് വർക്ക് ആയിക്കൊണ്ടിരുന്നതും ഇപ്പം ഏകദേശം ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില ടിപ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ ഇതിൽ വേസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കോണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില ടിപ്സുകളെ കുറിച്ച് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനത്തിന് കണ്ടുകൊള്ളുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതിലേതെങ്കിലുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടിപ്സ്, നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഡെയിലി 2, 3, 4 വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടും, വീഡിയോകൾ ഇടയ്ക്കുള്ളത് വൈറലാകും എന്നൊക്കെ പറഞ്ഞുള്ള ടിപ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ടൈമിൽ ഇതൊക്കെ വർക്ക് ആയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. 3, 4 വീഡിയോസ് ഒക്കെ ഞാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്, ഒരു 5, 6 വർഷം മുമ്പൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടന്റ് എത്രയും വിടുന്നു അതിനനുസരിച്ച് നമുക്ക് നല്ല റീച്ച് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ 2026 ഈ ടിപ്സ് ഒരു രീതിയിലും വർക്ക് ആകത്തില്ല. നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇവിടെ യൂട്യൂബ് വീഡിയോയുടെ ക്വാണ്ടിറ്റി നോക്കുന്നില്ല, ക്വാളിറ്റിയും അതേപോലെ തന്നെ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റുമാണ് നോക്കുന്നത്, ഓഡിയൻസ് സാറ്റിസ്ഫാക്ഷനുമാണ് നോക്കുന്നത്. നമ്മളൊരു വീഡിയോ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോയെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ എങ്കിലും ആ വീഡിയോ ആളുകൾ കാണുകയും അതിൽ ആളുകൾ നല്ല രീതിയിൽ എൻഗേജ് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വീഡിയോയ്ക്ക് നല്ല CTR ഓഡിയൻസ് റിട്ടൻഷനും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ആ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ആ വീഡിയോ നല്ല റീച്ചിലേക്ക് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ ആഴ്ചയിൽ 7 വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാ വീഡിയോയ്ക്കും 100 വ്യൂ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് ആഴ്ചയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോയ്ക്ക് 10,000, 50,000, 1,00,000, 5 ലക്ഷം വ്യൂ ഒക്കെ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നല്ല കോണ്ടന്റുകളാണ് യൂട്യൂബിന് വേണ്ടത്. ക്വാണ്ടിറ്റി ഒരിക്കലും യൂട്യൂബ് ഇപ്പം പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾ ക്വാണ്ടിറ്റിയുടെ പുറകെ പോകാതെ ഉള്ള കണ്ടന്റുകൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് പോയിന്റ്, യൂട്യൂബിൽ വൈറലായിട്ടുള്ള വീഡിയോകളുടെ ടാഗ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും വൈറലാകും എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. യൂട്യൂബ് തന്നെ പറയുന്നത് ടാഗ് ഒരു വീഡിയോയുടെ റാങ്കിങ്ങിൽ വലിയ റോൾ വഹിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ മിനിമൽ ആയിട്ടുള്ള ഒരു റോൾ മാത്രമേ ടാഗിന് യൂട്യൂബ് വീഡിയോയിലുള്ളൂ. ടാഗിന് നിങ്ങൾ ഇട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ നല്ലതാണെന്നുണ്ടെങ്കിൽ, നല്ല ഓഡിയൻസ് റിട്ടൻഷനും CTR ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ വൈറലാവും. ഇനി അതല്ല, നിങ്ങൾ ഏത് ടാഗ് എവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീഡിയോ കൊള്ളത്തില്ല, എൻഗേജിങ് അല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ റൺ ചെയ്യത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക, നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ടാഗിലല്ല യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. യൂട്യൂബ് ഓഡിയൻസ് ഇൻട്രസ്റ്റിലാണ്. ഓഡിയൻസിന് എന്താണോ വേണ്ടത്, അവർ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്നാണ് യൂട്യൂബ് അൽഗോരിതം നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബ് റാങ്കിങ്ങിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ, തമ്പനെയിൽ, അതേപോലെ കോണ്ടന്റ് ടോപ്പിക്, ഈ കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ടാഗ് കോപ്പി ചെയ്യണമെന്നില്ല. ഇനി നിങ്ങൾ ടാഗ് റിലവന്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയെ യൂട്യൂബിന് വളരെ ഈസി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ടാഗ് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ടാഗ് കൊടുത്തോളുക. പക്ഷെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ടാഗ് കൊടുക്കുന്നതിലൂടെ, കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോ വൈറലാകും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി മെനക്കെടാതിരിക്കുക. മൂന്നാമത്തെ പോയിന്റ്, മുമ്പൊക്കെ ലോങ് വീഡിയോസ് കൂടുതൽ വൈറലാകുമായിരുന്നു. അതായത് ഒരു 20 മിനിറ്റ്, 25 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾ വൈറലാകാനുള്ള സാധ്യത മുമ്പ് വളരെ കൂടുതലായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം 2026 നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ട് വൈറലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഷോർട്ട് വീഡിയോസ് കൂടെ അതിനൊപ്പം തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഒരു 20 സെക്കൻഡുള്ള വീഡിയോ ആയാലും 20 മിനിറ്റുള്ള വീഡിയോ ആയാലും 3 മിനിറ്റുള്ള വീഡിയോ ആയാലും ഒക്കെ തന്നെ വൈറലാകാനുള്ള സാധ്യത ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വൈറലാകും എന്നുള്ള ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഷോർട്ട് കണ്ടന്റുകളുടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ പോയിന്റ്, ട്രെൻഡിങ് ടോപ്പിക്കിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വൈറലാകും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ട്രെൻഡിങ് ടോപ്പിക്കിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ആ ടോപ്പിക്കിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു വൈറൽ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് ആ വീഡിയോയിൽ വ്യൂ വരത്തില്ല. അതേപോലെ തന്നെ ആ ഓഡിയൻസ് നമുക്ക് വന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും അവർ ആ ഒരു ട്രെൻഡിങ് ടോപ്പിക്കിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്തത്. വീണ്ടും നമ്മൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ കൊടുത്താൽ ചിലപ്പം കുറച്ചുപേര് നമ്മുടെ ചാനലിൽ നിൽക്കും, അല്ലാത്തവർ നമ്മളെ വിട്ടു പോകും, നമ്മുടെ വീഡിയോ കാണത്തില്ല. മനസ്സിലായി? അപ്പൊ ട്രെൻഡിങ് ടോപ്പിക്കിന്റെ പുറകെ പോകാതെ നിങ്ങൾ എവർഗ്രീൻ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞാലും ആളുകൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിന് മുമ്പോട്ടുള്ള ഫ്യൂച്ചർ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ട്രെൻഡിങ് ടോപ്പിക്കിൽ, വൈറൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം എടുക്കുക. നിങ്ങൾ എല്ലാ ട്രെൻഡിങ് ടോപ്പിക്കുകളും നിങ്ങളുടെ ചാനലിൽ വൈറലാക്കാൻ വേണ്ടി ഇടും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട്
നിങ്ങളുടെ ചാനൽ ഉണ്ടാക്കും. നിങ്ങളുടെ ചാനൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇടുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കണ്ടന്റുകൾ ഇട്ടു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ട്രെൻഡിങ് ടോപ്പിക്കിന്റെ പുറകെ പോകുന്നത് മുമ്പൊക്കെ അത് വർക്ക് ആയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇന്നത് അത്ര സക്സസ് അല്ല. കാരണം മുമ്പ് ഈ ട്രെൻഡിങ് ടോപ്പിക്കുകൾ മാത്രം അപ്ലോഡ് ചെയ്ത ചാനലുകളൊക്കെ തന്നെ, ഒരുമാതിരിപ്പെട്ട ചാനലുകളൊക്കെ തന്നെ ഇപ്പം നമുക്ക് കാണാനേ ഇല്ല. അങ്ങനെയുള്ള ചാനലുകളൊക്കെ ആ ട്രെൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചാനലുകളൊക്കെ പോയി. അപ്പൊ അതേപോലെ ഒരു അവസ്ഥ ട്രെൻഡിങ് ടോപ്പിക്കിന്റെ പുറകെ പോയാൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ല കണ്ടന്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫിഫ്ത്ത് പോയിന്റ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചിലരുടെ വീഡിയോകളിൽ തുടക്കത്തിൽ ഇൻട്രോ കൊടുക്കുക, ആ ചാനലിന്റെ പേരൊക്കെ എഴുതിക്കൊണ്ട് കുറച്ച് ആനിമേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കും. ഇത് ആദ്യ സമയം മുമ്പൊക്കെ ഒരു 3-4 വർഷം മുമ്പ് എല്ലാവരും ഈ കാര്യം ഫോളോ ചെയ്യുമായിരുന്നു. ഇപ്പം പതുക്കെ കുറഞ്ഞ് 2026 വന്നപ്പോൾ ചിലർ മാത്രമേ ഇൻട്രോ ഒക്കെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇൻട്രോ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ എന്തോ വലിയ സംഭവമാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഇൻട്രോ കൊടുക്കാതെ ഇരിക്കുക, അതിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, നമ്മളൊരു കണ്ടന്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വലിച്ചു നീട്ടാതെ ഇരിക്കുക. ഇൻട്രൊഡക്ഷനും കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. മെയിൻ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കടക്കുന്നതായിരിക്കും 2026 ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. 6ാമത്തെ പോയിന്റ്, യൂട്യൂബിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് വീഡിയോയിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുക എന്നുള്ളത്. പക്ഷെങ്കിൽ അത് സത്യത്തിൽ 2026 നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്നും സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് പ്രയോജനം, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് പ്രയോജനം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓഡിയൻസിനോട് പറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് സമയം കളയാതെ നിങ്ങളുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. അതായത് സ്ക്രിപ്റ്റിനോട് ചേർന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള കാര്യവും പറഞ്ഞു പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും നല്ല കാര്യം, 2026 ചെയ്യാൻ പറ്റിയ ഒരു നല്ല കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പല ആളുകളും ഇങ്ങനെയാണ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആളുകളുമായിട്ട് കൺവേ ചെയ്യുന്നത്. അപ്പം സ്ക്രിപ്റ്റിൽ തന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ്, വളരെ കോമൺ ആയിട്ട് മുമ്പൊക്കെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, എങ്ങനെയെങ്കിലും യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കണം. യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും, പെട്ടെന്ന് വൈറലാകാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം കൂടുതലും യൂട്യൂബിന്റെ ടിപ്സ് വീഡിയോകളിലൊക്കെ ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. യൂട്യൂബ് അൽഗോരിതം ഇങ്ങനെയാണ്, യൂട്യൂബ് അൽഗോരിതം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ നിന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയുള്ള വീഡിയോകളുടെ പുറകെ ഇനിയും പോയിട്ട് ഒരു കാര്യവുമില്ല. യൂട്യൂബ് അൽഗോരിതത്തിന്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. പലരും യൂട്യൂബ് അൽഗോരിതം അവരുടെ ചാനലിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോയിലൂടെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഈ രീതിയിൽ വൈറലാകാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ചാനലിൽ വർക്ക് ആവണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബ് അൽഗോരിതത്തിന്റെ ഒന്നും പുറകെ പോയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നല്ല തമ്പനെയിൽസ് ഉണ്ടാക്കുക, നല്ലൊരു ടൈറ്റിൽ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. ഓഡിയൻസ് സാറ്റിസ്ഫാക്ഷൻ ആണ് യൂട്യൂബ് മെയിനായിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതുപോലെയുള്ള കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വളരെ ഈസി ആയിട്ട് ഗ്രോ ചെയ്യും, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.